ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇത് നമുക്ക് ട്രേഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. കിട്ടിയ ട്രേഡാണെങ്കിൽ എടുക്കാനും പറ്റിയില്ല. എൻ്റെ ഒപ്പം ഒരു 2-3 വീക്കായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ലെവൽസ് ഒക്കെ നോക്കണവർക്ക് കറക്റ്റായിട്ട് ട്രേഡ് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ വേറൊരു സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നോക്കിയിരിക്കുന്നതുകൊണ്ട് ഞാൻ ആ സ്ട്രൈക്ക് ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. പക്ഷെ അതിലൊരു 40 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നിഫ്റ്റിയിലാണ് കേട്ടോ. അവിടേക്കൊക്കെ ഞാൻ വരാം. ഓക്കെ, നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും പോയിന്റ്സ് ബേസിൽ നിങ്ങൾ എല്ലാത്തിനും കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ക്യാഷ് ബേസിലല്ല, എല്ലാതും പോയിന്റ്സ് ബേസിലാണ്. ഇപ്പോൾ നിഫ്റ്റിയിൽ ഞാൻ കൊടുക്കുന്നത് 10 പോയിൻ്റാണ് എസ് എൽ. അപ്പോൾ 10 പോയിന്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ എടുക്കുമ്പോഴും 10 പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ ക്യാഷിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് മൈൻഡ് സെറ്റ് ബ്ലോക്ക് ആവും. അപ്പോൾ അതിനൊക്കെ ഭേദം ഈസി വഴിയാണ് പോയിന്റ്സിലേക്ക് നിങ്ങൾ വരിക. പോയിന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ 10 പോയിന്റ് ഒരു ട്രേഡിൽ കളഞ്ഞു, ഇനി അടുത്ത ട്രേഡിൽ 10, 20, 30, 40 എത്ര പോയിന്റ് വെച്ചാൽ അങ്ങനെ പിടിച്ചു. അപ്പോൾ പോയിന്റ്സ് ബേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തിരി ഈസിയാണ് ട്രേഡിങ് ചെയ്യാൻ. അല്ലാണ്ട് ഇപ്പോൾ ട്രേഡ് കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ല. ഞാൻ ഓൾറെഡി ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടായിരുന്നു, ട്രേഡ് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, നമ്മുടെ ലെവൽസിൽ വരുമ്പോൾ മാത്രം എൻട്രി ചെയ്താൽ മതി, അല്ലെങ്കിൽ പുതിയ പ്രൈസൊക്കെ ഞാൻ തന്നെ തരും. അല്ലാണ്ട് ഒരു ട്രേഡ് ഇടയിൽ എടുക്കാൻ നിൽക്കണ്ട, ടൈം ഡീക്ക് അടിക്കും. ഇന്ന് ബാങ്ക് നിഫ്റ്റി മന്തിൽ എക്സ്പയറി ആണ്. അപ്പോൾ ഫുൾ സീനാണ്. വെറുതെ കാശ് പോണ മെത്തേഡാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി ഗ്രൂപ്പിൽ. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് ക്യാഷ് അധികം പോവില്ല. ടൈം ഡീക്കൊന്നും അറിയാത്തവർക്കൊന്ന് പോവും. സീനാണ് ഇന്നത്തെ ദിവസം. ഫസ്റ്റത്തെ മന്തിൽ എക്സ്പയറി ആണ് ബാങ്കിൻ്റെ. ട്രേഡിങ് ഇത്രയും വലിയ ടൂളാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരാളുടെ മുമ്പിലും തല കുനിക്കേണ്ട വരില്ല. മെയിനായിട്ട് ഞാൻ പറയണത് ക്യാഷ് എന്നൊരു ഫാക്ടർ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് വരുന്ന ഒരു സെറ്റപ്പാണ് ട്രേഡിങ്. ഇന്ത്യയിൽ ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഒരു 90% ആൾക്കാർക്കും ട്രേഡിങ് എന്താണെന്ന് വരെ അറിയില്ല. നിങ്ങൾ 9 to 5 ജോലിക്ക് പോയി കൊണ്ട് മാത്രം നിങ്ങൾക്കൊരു കോടീശ്വരനൊന്നും ആകാൻ പറ്റില്ലേ. ഇവിടെ കോടീശ്വരന്മാരായവരൊക്കെയും അതിൻ്റേതായുള്ള എഫേർട്ടൊക്കെ എടുത്തിട്ടാണ്. അങ്ങനെ എല്ലാവർക്കും അത് പറ്റില്ല. ഒരു 100% ആൾക്കാർ ജോലിക്ക് പോകണമെന്ന് വെച്ചോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 5% ആൾക്കാർ, 5% കൂടുതലാ, അത്ര ആൾക്കാരാ ശരിക്കും ഒരു സക്സസ്സിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ ഏതെങ്കിലും വർക്ക് ചെയ്താലേ അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ടാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ സംഭവം. ട്രേഡിങ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പ്രോപ്പർ ലേണിങ് കിട്ടിയാൽ മാത്രം മതി. നമ്മൾ അത്രയും തരുന്നത് അത്രയും പിൻ പോയിന്റ് പ്രൈസാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും പിൻ പോയിന്റ് പ്രൈസുകളൊക്കെ. അത്ര ഈസി മെത്തേഡാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യണത്. ഇനിയിപ്പോൾ കോഴ്സ് ആണെങ്കിലും ശരി, ഞാൻ അങ്ങനെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യണത്. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടെടുക്കാൻ പറ്റും, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെത്തേഡുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എഡ്യൂക്കേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡിങ്ങിൽ. പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ ട്രേഡിങ്ങിൽ സക്സസ് ആകാൻ പറ്റില്ല. നിങ്ങൾക്കൊരു ക്യാഷ് എന്നൊരു സംഭവത്തെ നിങ്ങൾക്ക് പേടിക്കാണ്ട് ജീവിക്കാൻ പറ്റും. ഞാൻ അംബാനിയും ടാറ്റയും ബിർലയൊന്നും പറയണില്ല കേട്ടോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആരുടെ മുമ്പിലും കടം ചോദിക്കേണ്ട ആവശ്യം വരില്ല ട്രേഡിങ് ഓടിച്ചു കഴിഞ്ഞാൽ. അതാണ് ഞാൻ മുമ്പിൽ കിടന്നത്. പിന്നെ ക്യാഷ് തന്നെയാണല്ലോ ഇമ്പോർട്ടൻ്റ്. ക്യാഷ് വേണം ജീവിതത്തിൽ. ക്യാഷ് ഇല്ലാണ്ട് പറ്റില്ലല്ലോ. നിങ്ങൾ ഒരാൾക്ക് സ്നേഹം കൊടുത്തോണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകണില്ലല്ലോ. നിങ്ങൾക്ക് എല്ലായിടത്തും ക്യാഷ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടുള്ളൂ. ക്യാഷ് ഇല്ലാത്തതിന് വലിയ വിലയൊന്നുമില്ല. ക്യാഷ് ഉണ്ടെങ്കിലേ വിലയുള്ളൂ സമൂഹത്തിൽ. ഫസ്റ്റ് മനസ്സിലാക്കിക്കോ എല്ലാവരും. ഇത് എല്ലാവരും പറയണ കാര്യം തന്നെയാണ് ഞാനും പറയണത്. അൾട്ടിമേറ്റ്ലി ഒരു 99% നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് കൊണ്ടിട്ടുണ്ടെങ്കിൽ ക്യാഷിനെ കൊണ്ടേ പറ്റുള്ളൂ. ബാക്കി 1% അതാണ് നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന ബാക്കി സംഭവങ്ങളൊക്കെ. നിങ്ങളുടെ ചുറ്റുള്ള ആൾക്കാർ ചുറ്റും പറയുന്ന കാര്യങ്ങൾ, നന്മയുടെ വഴി, അതൊക്കെയും ബാക്കി 1% പറഞ്ഞതാണ്. ബേസിക്കലി ക്യാഷ് ഉണ്ടെങ്കിൽ എന്ത് നടക്കുള്ളൂ സമൂഹത്തിൻ്റെ ഉള്ളിലാണെങ്കിലും. നിനക്ക് എന്തെങ്കിലും ഒരെണ്ണം മേടിക്കണമെങ്കിൽ, പ്രൈസ് ടാഗ് നോക്കാണ്ട് മേടിക്കണമെങ്കിൽ, ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡിൻ്റെ വില നോക്കാണ്ട് ഫുഡ് മേടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ക്യാഷ് കൊണ്ടേ പറ്റുള്ളൂ. അതിന് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന സാധനം ട്രേഡിംഗ് ആണ്. പക്ഷേ എന്ന് വെച്ചാൽ സെബിയുടെ കണക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, 92% ആൾക്കാരും ലോസിലാണ്. ബാക്കി 8% അല്ലെങ്കിൽ 7% ആൾക്കാരെ വിൻ ചെയ്യണുള്ളൂ ട്രേഡിങ്ങിൽ. അപ്പോൾ നിങ്ങൾക്ക് വിന്നിങ് പെർസെൻറ്റേജിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിൽ വേണം. ഞാൻ പിന്നെയും പറയാണ്, അൾട്ടിമേറ്റ് സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ എനിക്ക് പറ്റും. മാക്സിമം എല്ലാവരും ട്രേഡിങ് പഠിക്കുക, മാക്സിമം എല്ലാവരും സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുക.
ഈസി സ്ട്രാറ്റജീസ് തപ്പി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കോഴ്സ് തപ്പി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റില്ല. തപ്പി തപ്പി നടക്കലേ ഉണ്ടാവുള്ളൂ. നിങ്ങളിപ്പോൾ കാണുന്ന ഈ യൂട്യൂബ് ചാനൽ, എൻ്റെ യൂട്യൂബ് ചാനൽ, ഇത് തന്നെയാണ് ഏറ്റവും നല്ല വഴി നിങ്ങൾക്ക് മുമ്പിലുള്ളത്. ഈസി ആയിട്ട് നമുക്ക് ട്രേഡിങ് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇന്നുണ്ടായിരുന്ന ട്രേഡിലേക്കൊക്കെ നമുക്ക് പോകാം. ടെലിഗ്രാമിലാണ് ഞാനെല്ലാം അപ്ഡേറ്റ് ചെയ്യണത്. ടെലിഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്ത് വെക്കുക. ഫ്രീ ഗ്രൂപ്പാണ്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് എടുക്കാം, ഏൺ ചെയ്യാം, എല്ലാം ചെയ്യാം. പ്രോപ്പർ കണ്ടീഷൻ ആക്റ്റീവായ എല്ലാം ബ്ലാസ്റ്റിംഗ് ആണ്. ഞാൻ രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റി ലെവൽസാണ്. സ്പോർട്സ് ചാർട്ട് ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇനി സ്പോർട്സ് ചാർട്ടിൽ ട്രേഡ് എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കൊടുക്കുന്നത്. ഇതിന് ഞാൻ പ്രൊമോട്ടൊന്നും ചെയ്യുന്നില്ല. സ്പോർട്സ് ചാർട്ട് വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സ്ട്രൈക്കിലാണ് ചെയ്യണത്. എല്ലാം സ്ട്രൈക്കിലാണ്. നമ്മുടെ റൂൾസാണിത്. സെല്ലർ സ്കാനിലെ ബയ്യർ സ്കാനിൽ എന്താണെന്ന് അറിയാത്തവർ, ഇനിയിപ്പോൾ എൻ്റെ ഒരു എൻട്രി പോയിന്റ് എങ്ങനെയാണെന്ന് അറിയാത്തവർ ഇതൊക്കെ നോക്കി പഠിക്കുക. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കുക. ചോദിച്ചിട്ടൊക്കെ ചെയ്യുക. ഒന്നാമത്തെ കേസ് ആരും പോയിട്ട് അത് ചെയ്യാൻ നിൽക്കരുത്. ഒന്നും അറിയാണ്ട് ചെയ്യാൻ നിൽക്കരുത്. ലോഡ് സൈസൊക്കെ കൂടുകയാണ്, റിസ്ക്കാണ്. ഞാൻ നല്ല വീഡിയോയിലും പണ്ടായിരുന്നു. ലോഡ് സൈസ് കൂടുമ്പോൾ നമുക്ക് ക്യാഷ് പോകും. സ്റ്റോപ്പ് ലോസ് പോണ രീതിയിൽ നിങ്ങൾ ഇതുവരെ എടുത്ത രീതിയല്ല. ഇനി ലോഡ് സൈസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളി മാറും. ഇതുവരെ ഉണ്ടായിരുന്ന ചെറിയ പിള്ളേരെ കളിയാണ്. കുറച്ച് പൈസ പോവുള്ളൂ. ഒറ്റ സെല്ലിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ വാനിഷിട്ടാവും. അതാണ് ഈ നടക്കാൻ പോണ സംഭവം. അത് ഞാൻ മുൻകൂട്ടി ഇത് പറയണമെന്ന് മാത്രം. വാനിഷ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ലേണിംഗ് ഇല്ലാത്ത കാരണമാണ് ഇത് വാനിഷ് ആവണത്. വേറെ കേസൊന്നുമല്ല. നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ചൊന്നും അറിയില്ല, നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നിൽക്കണ്ട. അതാണ് ഒന്നാമത്തെ ദിവസം ഞാൻ പറയുന്നത്. പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പഠിക്കുന്നത് പറയണമെന്നില്ല കേട്ടോ. നമുക്ക് ആരുടെ അടുത്ത് വേണമെങ്കിലും പഠിക്കാം. ഇഷ്ടംപോലെ ആൾക്കാരുടെ ഇവിടെ. ഇപ്പം എൻ്റെ കയ്യിൽ ട്രേഡ് ആൾക്കാർക്ക് എന്നെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയാണ് ഞാൻ അടിപൊളി പ്രൈസുകൾ ഞാൻ പറഞ്ഞുതരും. പിൻ പോയിന്റ് പ്രൈസുകളൊക്കെ എങ്ങനെയാണ് ഞാൻ എടുക്കണത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. ഞാൻ എടുക്കണ അതേ സ്ട്രാറ്റജി നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു വ്യത്യാസം ഉണ്ടാവില്ല കാര്യത്തിൽ. ഞാൻ എങ്ങനെയാണോ ഒരു പ്രൈസ് കണ്ടുപിടിക്കുന്നത് ആ പ്രൈസ് നിങ്ങൾക്കും കണ്ടുപിടിക്കാൻ പറ്റും ഈസി ആയിട്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു തരുള്ളൂ. അല്ലെ നിങ്ങൾക്ക് വേറെ ആൾക്കാരുടെ അടുത്ത് പോയി പഠിക്കാം. എന്തായാലും പഠിച്ചിട്ട് ചെയ്തോ. ഇനി പഠിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ കളി മാറും, ക്യാപിറ്റൽ പോകും. നിങ്ങൾ 1000 രൂപ തൊട്ട് ചെയ്യുന്ന ആണെങ്കിലും ശരി, 10,000 തൊട്ട് ചെയ്യുന്ന ആളാണെങ്കിലും ശരി, 1 ലക്ഷം തൊട്ട് ചെയ്യുന്ന ആളാണെങ്കിലും ശരി, പ്രോപ്പറായിട്ട് എടുക്കാൻ അറിഞ്ഞില്ലെങ്കിൽ ക്യാപിറ്റൽ പോകട്ടോ. സീരിയസ് ആയിട്ട് പറയണത്, തമാശയായിട്ട്. ഇപ്പം ഞാൻ വെറുതെ എൻ്റെ ചാനൽ റീച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ പറയണതല്ല. രണ്ടാം പോണ കാര്യം ഇതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന കളിയില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. ഈസി ആയിട്ട് എസ് എൽ ഹണ്ടിങ്ങുകൾ നടക്കാനുള്ള സാധ്യതകൾ ഇനി ഏറ്റവും കൂടുതലാണ്. നിഫ്റ്റിയിലാണെങ്കിൽ ശരി, ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ശരി, സെൻസസിലാണെങ്കിൽ ശരി, എസ് എൽ ഹണ്ടിങ് ഈസി ആയിട്ട് നടക്കും. ഈസി ആയിട്ട് നമുക്ക് എല്ലാതും പോയി കിട്ടും. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു 23,700 C, 23,700 P, 51,300 C, 51,300 P. പിന്നെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു 51,300 Cയിൽ ഒരു 70 രൂപ വേറൊരു പ്രൈസ് റേഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടില്ല. പക്ഷെ ഞാൻ കാണാണ്ട് പോയി. അതുണ്ടായത് ഇന്നത്തെ കേസ്. 23,700 C 163.50 വരുമ്പോൾ മേടിക്കാനാണ്, സെല്ലേഴ്സിന് വേണ്ടി മേടിക്കാനാണ് പറഞ്ഞത്. 58 പേരൊക്കെ ഇത് വാച്ച് ചെയ്തിട്ടുണ്ട്. 8:34 ഇട്ട ട്രേഡാണ്. ആരെങ്കിലൊക്കെ ഇത് ഫോളോ ചെയ്യണമെന്നവരുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ട്രേഡ് കിട്ടിയിട്ടുണ്ടാവും. അതാണ് ഞാൻ കാണുന്നത്. ഗോയിങ് ടു ടാർഗറ്റ്. അത് ഞാനിവിടെ എല്ലാം കഴിഞ്ഞു പരിപാടി. നാളെ ക്രിസ്മസ് ആണ്, ഹോളിഡേ ആണ്. ഒക്കെ കഴിഞ്ഞ് ഞാൻ 10 മണിക്ക് 10:30 പോകാൻ നിൽക്കുക. ആ സമയത്താണ് ഞാൻ സാധനം കാണുന്നത്. ഇതിങ്ങനെ കയറി പോയ ദിവസം ഞാൻ കണ്ടില്ലേ. ഞാൻ മറ്റേ ബാങ്ക് നിഫ്റ്റിയുടെ പിന്നാലെ നിൽക്കണ്ടായിരുന്നു. ഞാൻ 70 രൂപയുടെ പ്രൈസ് പറഞ്ഞില്ലേ ഈ സംഭവം. അതുമ്പോൾ നോക്കിയിട്ട് നിൽക്കണ്ടായിരുന്നു. സി തന്നെയായിരുന്നു ഇതും. 51,300 സി തന്നെയാണ് ഇത്. നിഫ്റ്റിയിലത്തെ സി തന്നെയാണ് അതും. പക്ഷെ എന്ന് വെച്ചാൽ ഞാൻ ഈ ബാങ്ക് നിഫ്റ്റിയിലാണ് നോക്കി നിൽക്കണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശ്രദ്ധിക്കാണ്ടിരുന്നത് മെയിനായിട്ട്. പക്ഷെ പിന്നെ നോക്കുമ്പോഴാണ് ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കാണുന്നത്. അതുണ്ടായത്. പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്യണവർക്ക് ഇത് കിട്ടും. ഞാൻ ഇപ്പോഴും പറയാം, ചാടി കയറിയിട്ടൊന്നല്ല ഇത് പറയണത്. എടുത്തോ പിടിച്ചോ ഒന്നും ഉള്ള ഡയലോഗൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. ഞാൻ 8:30 ഇട്ട സാധനമാണ്. അവിടേക്ക് വരുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ വേണ്ടായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ടപ്പോൾ ഞാൻ വേണ്ടായിരുന്നു. ട്രേഡേഴ്സ് ഓൺലി ട്രേഡ് ആഫ്റ്റർ പ്രൈസ് കം ടു മൈ പ്രൈസ് ഓർ ഐ ഗീവ് യു നെക്സ്റ്റ് എൻട്രി, അതർവൈസ് പ്രൈസ് θDK വിൽ ബാഡ്ലി എഫക്റ്റ് യു. കൃത്യമായിട്ട് ഞാൻ വേണ്ടായിരുന്നു. എൻ്റെ പ്രൈസിന് മാത്രം ട്രേഡ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ θDK ഉറപ്പാണ് ഇന്നത്തേൽ. അത് തന്നെയാണ് സംഭവിച്ചത്. അത് ട്രേഡിങ് നന്നായിട്ട് അറിയണവർക്കത് മനസ്സിലാവുണ്ടാവും. ബാങ്ക് നിഫ്റ്റിയിലേക്കൊക്കെ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ SL സെറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുക. SL ഇല്ലാണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാൻ പാടില്ല. ഇന്ന് മന്ത്ലി എക്സ്പയറി ആണ്. അത് ഫസ്റ്റത്തെ മന്ത്ലി എക്സ്പയറി ആണ്. വിഷയമാണ് കാര്യങ്ങൾ. നമുക്ക് ആ മിസ്സായ ട്രേഡിക്കൊന്ന് പോയി നോക്കാം. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല, ഞാൻ എപ്പോഴും പറയാം. ഇതായിരുന്നു ആ ട്രേഡ്. 23,700 C. ഞാൻ പറഞ്ഞത് 163.50. നിങ്ങൾക്ക് കാണാം മാർക്കറ്റിൻ്റെ ഇടയിലാണ് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്ത ശേഷം കുറേ സ്ട്രഗിൾ ചെയ്ത ശേഷം പിന്നെയാണ് കയറിയത്. ഇവിടെ ഞാൻ കണ്ടിട്ടില്ല, അതാണ് രസം.
ഈ ട്രേഡ് ഏതാണ്ട് 40-43 പോയിന്റ് ആയ ശേഷമാണ് ഞാൻ കാണുന്നത്. കള്ളൊന്നല്ല പറയണത്, സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പുതിയത് കയറിയ ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഇവൻ കണ്ടിട്ട് പറയാണ്ടിരിക്കുകയാണ്, വേറെ സ്ക്രീൻഷോട്ട് ഇടുകയാണ്, അങ്ങനത്തെ തോന്നും. പക്ഷെ പ്രീവിയസ് അങ്ങനെയല്ല. ഞാൻ പിന്നെ സ്ക്രീൻഷോട്ട് ഇട്ടു എന്ന് മാത്രമേ അതൊക്കെ എനിക്ക് വേണ്ടി ഇടാണ്ടിരിക്കുകയൊക്കെ ചെയ്യാം. ഇതപ്പോൾ എനിക്കും കിട്ടിയിട്ടൊന്നുമില്ല ഈ സാധനമൊന്നും, ജസ്റ്റ് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ. ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല, അത്രയുള്ള കേസ്. ഇപ്പോൾ നമുക്ക് കാണാം 163.80. ഇവിടെ ഇത്രയും സ്ട്രഗിൾ ചെയ്ത മാർക്കറ്റാണ്, പിന്നെ എത്ര ഈസി ആയിട്ടാണ് 163.80 ക്രോസ് ചെയ്തു. സെല്ലേഴ്സ് അടിയിലേക്ക് ക്ലോസ് ചെയ്തു. അടിയിൽ ക്ലോസ് ചെയ്ത ട്രേഡ് ഇല്ല കേട്ടോ. ഇനി പുതിയതാരെങ്കിലും കയറുന്നവർക്കാണ് ഞാൻ പറയണത്, ബയ്യേഴ്സിൻ്റെ ക്യാനിൽ എന്ന് പറഞ്ഞാൽ ഈ പച്ച ക്യാനിലാണ്. എൻ്റെ ബോഡി ഗ്ലോസ് മുകളിൽ കെട്ടി. ഈ കിട്ടിയ ശേഷം നമുക്ക് സെല്ലേഴ്സ് ക്യാനിൽ അടുത്ത ക്യാനിൽ കിട്ടണം. പക്ഷേ ഈ ബോഡി ഗ്ലോസ് എവിടെ കിട്ടണം? 163.80 മുകളിൽ കിട്ടണം. ബോഡി ഗ്ലോസ് എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ബോഡി. ആ ചുമപ്പിൻ്റെ കട്ട പോയി നിൽക്കണ ഈ സാധനമാണ് ബോഡി. ഈ ബോഡി 163.80 മുകളിൽ ക്ലോസ് ചെയ്യണം. ഇത് അടിയിൽ ക്ലോസ് ചെയ്തു 162 ക്ലോസ്. അപ്പോൾ ട്രേഡ് ഇല്ല. അങ്ങനെ തന്നെ ചിന്തിക്കുക ബാക്കിയൊക്കെ. ഇന്ന് നമുക്ക് എവിടെ ട്രേഡ് വന്നത്? ട്രേഡ് വന്നത് ഇവിടെയാണ്, 179. ഇത് നമുക്ക് എൻട്രി ആക്ടിവേറ്റ് ആയ പൊസിഷനാണ്. നമുക്ക് ബയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഒന്ന് റിജക്ട് ചെയ്തു, നമുക്ക് എൻട്രി ആക്ടിവേറ്റ് ആയി. എൻട്രി ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ഇത്തിരി അടിയിൽ വന്നിട്ട് ഇത്തിരി ഡിസ്കൗണ്ട് പ്രൈസ് ഒക്കെ നോക്കി ഈസി ആയിട്ട്. ഇപ്പോൾ 180 നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ അടിയിലേക്ക് വരണം. 180 നമ്മളുടെ ബൈയിങ് പ്രൈസ് 163 180 കിട്ടണത്. ഇത്തിരി ഡിസ്കൗണ്ട് പ്രൈസിനൊക്കെ നോക്കി നിൽക്കുക. ഇത്തിരൊക്കെ അടിയിലേക്ക് വരുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ ലിമിറ്റ് ഓർഡർ കിട്ടിയവർക്കാണെങ്കിലും ഇത് കിട്ടിയിട്ടുണ്ടാവും. 163.80 ലിമിറ്റ് ഓർഡർ ഇട്ടവർക്കാണെങ്കിലും കറക്റ്റ് ലിമിറ്റ് തട്ടിയിട്ടാണ് ഇത് പോണത് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചോ കറക്റ്റായിട്ട്. ഈ സെല്ലേഴ്സ് റിജക്ഷൻ എവിടെ നിന്ന് വന്നത്? 163.80 കറക്റ്റ് എൻ്റെ ആ പ്രൈസിലാണ് റിജക്ഷൻ. അത്രയും വിഷയം പ്രൈസാണ് ഞാൻ തരുന്നത്. ആ റിജക്ഷൻ വന്ന ശേഷമാണ് ഈ കണ്ട ക്യാൻഡിൽസൊക്കെ അവിടെ ഉണ്ടായിരിക്കണത്. ഇത് ഒരു 43-45 പോയിൻ്റാണ് ഈ ഒറ്റ പോക്ക് കിട്ടിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും കാണാം സാധനം സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല, റണ്ണിങ് ആണ്. ഇനിയിപ്പോൾ ആരെങ്കിലും ഞാൻ മാർക്കറ്റ് ടൈമിനാണ് ഈ വീഡിയോ ചെയ്യണത്. 188 റണ്ണിങ് ആണ് ഇപ്പോഴും. അത്രയുള്ള കാര്യത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോസിൽ നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും, അവർക്ക് ഷെയർ ചെയ്യുക. അവരും കയറിക്കോട്ടെ ടെലിഗ്രാമിൽ. ഏൺ ചെയ്യാൻ പറ്റിയെങ്കിൽ അവർക്ക് പറ്റിക്കോട്ടെ. പിന്നെ എത്തേറിയത്തിലും ബിറ്റ്കോയിനിലും ട്രേഡ് എടുക്കാൻ താല്പര്യമുള്ള ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിലത്തെ എൻട്രികൾ ഞാൻ ഈ ചാനലിലെ ഫ്രീ ഗ്രൂപ്പിൽ കൊടുക്കാറുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ട്രേഡ് എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് അടുത്ത ട്രേഡ് ഉണ്ടാക്കി ഇനി കാണാം.